ഭരണി നക്ഷത്രക്കാർ പൊതുവെ സ്ട്രെസ്സ് വന്നാൽ അത് സൈലൻ്റ് ആയിട്ട് കെയർ ചെയ്യുന്നവരാണ്. പ്രശ്നങ്ങളൊന്നും നിങ്ങളങ്ങനെ പുറത്ത് പറയാറില്ല. അങ്ങനെ വേണ്ടപ്പെട്ട ഒരാൾക്കാരുടെയിലും ചിലപ്പോൾ പറയാറില്ല. ഇത് കൂടുതലും സ്ത്രീകളുടെയിലാണ് കാണുന്നത്. പുരുഷന്മാരുടെ കുറച്ച് കമ്മിയാണ്. അവർക്ക് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കുറേയൊക്കെ കഴിയും. എന്നാലും അത് മനസ്സിൽ വെച്ച് ടെൻഷനാക്കി കൊണ്ട് നടക്കുകയാണ് കൂടുതലും ചെയ്യുക. ഒരാളെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കും, അല്ലെങ്കിൽ അയാളെ കംപ്ലീറ്റ്ലി നിങ്ങൾ നല്ല ഡിസ്റ്റൻസിൽ നിർത്തുകയും ചെയ്യും. നല്ല കാം മൈൻഡ് സെറ്റാണ്. ലൈഫിൽ സിറ്റുവേഷൻ സ്വന്തം കൺട്രോളിൽ വേണമെന്നുള്ള ആഗ്രഹമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ നിങ്ങളത് ഒരിക്കലും മറക്കില്ല. അതായത് ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതെന്തായാലും നിങ്ങൾ മറക്കില്ല. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വെറുതെ ഇങ്ങനെ ഓർത്തും കൊണ്ടേ നിങ്ങൾ ഇരിക്കും. കംഫർട്ട് സോൺ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ലൈഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. സ്റ്റെബിലിറ്റി നന്നായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു ജീവിതം വേണമെന്ന് നിങ്ങൾ എപ്പോഴും സുഖലോലുപമായിട്ട് ജീവിക്കാൻ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ. അതായത് ആർഭാടപ്രിയരാണ്. എപ്പോഴും ഫാമിലി പ്രോബ്ലംസ് നന്നായിട്ടുണ്ടാവും. കാരണം ഈ ആർഭാടം കാണിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും മിക്കപ്പോഴും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഇമോഷണലി ഒരു ഹെവി മന്ത് തന്നെയായിരുന്നു. വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും ബോസിൻ്റെ അപ്രീസിയേഷൻ ഒന്നും നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവില്ല. ജോലി മാറിയാലോ എന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ കുടുംബത്തിന് നല്ല എക്സ്പെൻസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സേവിങ്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഫെബ്രുവരി മാസത്തിൽ പറ്റിയിട്ടുണ്ടാവില്ല. ചെറിയ കോൺഫ്ലിക്റ്റ് നന്നായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും. ചെറിയ അടികൾ, വാക്ക് തർക്കങ്ങളൊക്കെ എന്തായാലും റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും. പാർട്ട്ണറായിട്ടും ഫാമിലിയായിട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഇമോഷണലി അവരായിട്ട് അകന്നുപോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും റെസ്പോൺസിബിലിറ്റി കൂടിയത് കൊണ്ടും ഭയങ്കര ടയേർഡായ ഒരു ഫീലിംഗ് ആയിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക. മാർച്ച് മാസത്തിൽ ജോലി ചെയ്യുന്ന പരിസരവും ജോലി എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും. റെക്കഗ്നേഷൻ സ്ലോലിയേ ലഭിക്കുള്ളൂ, പെട്ടെന്നൊന്നും എന്തായാലും ഉണ്ടാവില്ല. ജോബ് ചേഞ്ച് ചെയ്യുന്നവർക്ക് റെസ്പോൺസിബിൾ ചാൻസ് എന്തായാലും ഉണ്ട്. മാർച്ച് പകുതിയിലാണ് ഈ റെസ്പോൺസിബിലിറ്റി എന്താ ഉണ്ടാവുക. പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ക്ഷമ ശീലിക്കുക, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ ബിൽഡാണ്, പക്ഷെ സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. പഴയ ക്ലൈൻ്റൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കോണ്ടാക്ട്സ് വഴിയാണ് ബെനിഫിറ്റ് ഉണ്ടാവുക. എപ്പോഴും പുതിയ കോണ്ടാക്ട്സ് ഉണ്ടാക്കാനും നെറ്റ്വർക്ക് ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുതിയ പാർട്ട്ണർഷിപ്പൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ മാർച്ച് പകുതിന് ശേഷം മാത്രം ചെയ്യുക. ഫസ്റ്റ് ഹാഫിൽ എന്തായാലും നിങ്ങൾ ചെയ്യരുത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പ്രഷർ ഉണ്ടായിരുന്നത് കുറച്ച് റെഡ്യൂസ് ആയിട്ട് എന്തായാലും വരും. പഴയ പേയ്മെൻറ്റ് കടം കൊടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. പിന്നെ അത് നിങ്ങൾക്ക് വരാൻ വഴിയില്ല. മാർച്ച് അവസാനം മുതൽ സേവിങ്സ് എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും. മാർച്ച് 10-ാം തീയതി വരെ മാർച്ച് 20-ാം തീയതിക്ക് ശേഷം ഒരു സാധനങ്ങളും നിങ്ങൾ കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തായാലും വർദ്ധിക്കും. അതിലൂടെ സ്നേഹമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വർദ്ധിക്കും. കല്യാണത്തെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്തായാലും ചിന്തിച്ചു തുടങ്ങും. സിംഗിൾസ് ആണെങ്കിൽ പഴയ കോണ്ടാക്ട് റീകണക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത്. അവരിങ്ങോട്ട് വിളിച്ചാലും ഒരു ഡിസ്റ്റൻസിൽ നിർത്തുക. കാരണം നിങ്ങളൊരു സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞ് വീണ്ടും ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ സിനിമ എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് വീണ്ടും പഴയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്കറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നത്. അങ്ങനെ അറിയില്ലെങ്കിൽ അറിയണം. മാനസികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇമോഷണലി വലിയ പ്രഷറൊന്നും എന്തായാലും നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ ഇല്ല. കോൺഫിഡൻസ് എന്തായാലും തിരികെ എന്തായാലും ലഭിക്കും. കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടിയ ഒരു ഫീൽ എന്തായാലും ഉണ്ടാവും. ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും.